Hi students. ലാസ്റ്റ് ഡേ നമ്മൾ എൻഡ് ചെയ്തിരിക്കുന്ന പോർഷൻ ആർട്ടിഫിഷ്യൽ ഹ്യൂമിഡിഫിക്കേഷൻ ആണ്. ക്ലെൻലിനെസ് ഡിസ്കസ് ചെയ്തു, ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ആൻഡ് എഫ്ലുവൻസ് ഡിസ്കസ് ചെയ്തു, ദെൻ വെന്റിലേഷൻ ആൻഡ് ടെമ്പറേച്ചർ, ഡസ്റ്റ് ആൻഡ് ഫ്യൂംസ്, ആർട്ടിഫിഷ്യൽ ഹ്യൂമിഡിഫിക്കേഷൻ എക്സെട്ര. ആൻഡ് സിമിലർലി ഇനിയും കുറേ സെഷൻസ് പഠിക്കുന്നുണ്ട്. എല്ലാ സെഷൻ്റെ നമ്പർ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. നമ്മളോട് ചോദിക്കുന്നത് ചിലപ്പോൾ ആ സെഷനിൽ എന്താണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഹെഡിങ്ങിൻ്റെ അണ്ടർ എന്താണ് ലൂ പറഞ്ഞിരിക്കുന്നതെന്നായിരിക്കും. സോ എവറിബഡി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഓൾസോ study the portions, that is ഏത് സെഷനിൽ എന്താണുള്ളത് എന്നുള്ളത് നിങ്ങൾ പഠിച്ചിരിക്കണം. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ ആഫ്റ്റർ ആർട്ടിഫിഷ്യൽ ഹ്യൂമിഡിഫിക്കേഷൻ, സെഷൻ 16, that is overcrowding. What is overcrowding? No workroom should be overcrowded to any extent which is injurious to the health of workers. ഹെൽത്ത് ഓഫ് വർക്കേഴ്സിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസിലായിരിക്കരുത് അവർ വർക്ക് ചെയ്യുന്നത്. ദ മിനിമം സ്പേസ് പ്രൊവൈഡഡ് ഫോർ വർക്കർ ഷുഡ് ബി 350 cubic feet for every employee deployed therein. To arrive at this figure, a height above 14 feet from floor shall not be taken into account. നമ്മൾ എപ്പോഴും 350 ക്യൂബിക് ഫീറ്റർ ഉണ്ടായിരിക്കണം ഒരു എംപ്ലോയിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്, വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം. ദാറ്റ് ഈസ് വി ഷുഡ് അവോയ്ഡ് ഓവർ ക്രൗഡിങ് ഇൻ ദി വർക്ക് റൂം ആൻഡ് പ്രൊവൈഡ് 350 cubic feet space for working for a worker. This is discussed in the overcrowding. Next one is lighting. Lighting, which is discussed in the session 17. എല്ലാവരും സെഷനും കണ്ടെന്ന് ഓർത്തിരിക്കണം. And about lighting, in every part of the workroom and passage should be provided with sufficient and suitable lighting, natural, artificial or both. ഏത് പാത്തിലാണ്, വർക്ക് റൂമിലേക്കുള്ള ഏത് പാർട്ടിലാണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ പാസേജിലാണെങ്കിലും നമുക്കൊരു ലൈറ്റ് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. അത് നാച്ചുറലും ഉണ്ടായിരിക്കണം, ആർട്ടിഫിഷ്യലും ഉണ്ടായിരിക്കണം. നാച്ചുറൽ ഇപ്പം നൈറ്റ് വർക്ക് ചെയ്യേണ്ടി വന്നാൽ ആർട്ടിഫിഷ്യൽ ലൈറ്റും ഉണ്ടായിരിക്കണം. സ്കൈ ലൈറ്റ്സ് ആൻഡ് ഗ്ലേസ്ഡ് വിൻഡോസ് ഫോർ ലൈറ്റിംഗ് ദ വർക്ക് റൂംസ് ഷുഡ് ബി കെപ്റ്റ് ക്ലീൻ ആൻഡ് അൺഅബ്സ്ട്രക്ട്. അത് ഈ വിൻഡോസ് വയ്ക്കുമല്ലോ, വിൻഡോസ് അല്ലെങ്കിൽ വർക്ക് റൂംസിൽ, ആ വിൻഡോസൊക്കെ ക്ലീൻ ആയിരിക്കണം, അതേപോലെ പൊട്ടിപ്പോയതായിരിക്കരുത്, അൺഒബ്സ്ട്രക്റ്റഡും ആയിരിക്കണം. ആൻഡ് നെക്സ്റ്റ് വൺ, ഗ്ലെയേഴ്സ് ആൻഡ് ഷാഡോസ് വിച്ച് കോസ് ഐ സ്ട്രെയിൻ ഓർ റിസ്ക് ഓഫ് ആക്സിഡൻറ്റ് ഷുഡ് ബി പ്രിവെൻറ്റഡ്. ചിലയിടത്ത് ഷാഡോസ് ഉണ്ടാവും അല്ലെങ്കിൽ ചില്ലിൻ്റെ ഗ്ലെയർ അടിക്കുന്നുണ്ടാവും, അതൊക്കെ അവോയ്ഡ് ചെയ്യും. ദിസ് ഇസ് ഡിസ്കസ് ഇൻ ദ ലൈറ്റിംഗ് ഇൻ ദ സെഷൻ 17. നെക്സ്റ്റ് വൺ ഇസ് ഡ്രിങ്കിങ് വാട്ടർ. ഡ്രിങ്കിങ് വാട്ടർ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ഫാക്ടറികളിലും ഡ്രിങ്കിങ് വാട്ടർ പ്രൊവൈഡഡ് ആയിരിക്കണം. ഇറ്റ് ഇസ് ഡിസ്കസ് ഇൻ ദ സെഷൻ 18. ഡ്രിങ്കിങ് വാട്ടർ ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ അറ്റ് സ്യൂട്ടബിൾ പോയിൻറ്റ്സ് കൺവീനിയൻ്റ്ലി situated and accessible to workers. വർക്കേഴ്സിന് ആക്സസിബിൾ ആയിട്ടുള്ള ഏരിയയിൽ തന്നെ ഡ്രിങ്കിങ് വാട്ടർ വയ്ക്കണം, എവിടെയെങ്കിലും കൊണ്ടല്ല. ഫോർ ദം ഇറ്റ് ഷുഡ് ബി ആക്സസിബിൾ. All such points shall be legitimately marked drinking water in a language understood by the majority of workers. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എഴുതി വെച്ചിരിക്കണം ഡ്രിങ്കിങ് വാട്ടർ ആണ്, അത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ അതല്ല വേറെ ലാംഗ്വേജിലോ അവിടുത്തെ വർക്കേഴ്സിന് മനസ്സിലാവുന്ന ഭാഷയിൽ നമ്മൾ അതിൻ്റെ മേളിൽ ഏതെങ്കിലും പോയിന്റ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കണം, ഇറ്റ് ഇസ് ഡ്രിങ്കിങ് വാട്ടർ എന്ന്. No such point shall be located within 20 feet of any latrine, urinal, washing place, etc., unless a shorter distance is approved in writing by the chief inspector. എപ്പോഴും ഇങ്ങനെ ഒരു ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി വെക്കുന്നത് 20 ഫീറ്റിനുള്ളിലായിരിക്കരുത്. ഇതിൻ്റെ ഒരു ലാട്രൈൻ്റെ, യൂറിനലിൻ്റെ, വാഷ് പ്ലേസിങ്ങിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് 20 ഫീറ്റിൽ അകലെ ആയിരിക്കണം യൂറിനൽസ് വെക്കുന്നത്. In every factor where the strength of workforce is more than 250, provision shall be made for cooling the drinking water during hot weather by effective means and for distribution therefore. 250 മെമ്പേഴ്സിൽ കൂടുതലുള്ള ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഫാക്ടറി ആണെങ്കിൽ ഈ വാട്ടർ കൂൾ ചെയ്യാനുള്ള ഫെസിലിറ്റി അവിടെ ഉണ്ടായിരിക്കും, കൂളർ ഉണ്ടായിരിക്കണം. ഡ്യൂറിങ് ഹോട്ട് സീസൺ വി വോണ്ട് ടു കൂൾ ദ വാട്ടർ. സോ ഇഫ് ഇറ്റ് ഈസ് അബോവ്, ദ പേഴ്സൺസ് ഇസ് അബോവ് 250, we should install a cooler for the drinking water. This is discussed in the drinking water in session 18. Next, latrines and urinals. Drinking water ന്റെ പറഞ്ഞു 20 feet away from the latrines ആയിരിക്കണം. And about the latrines and urinals discussed in the session 19. Sufficient latrines and urinals accommodation of the prescribed type should be provided conveniently situated and accessible to the workers. വർക്കേഴ്സിന് ആക്സസിബിൾ ആയിരിക്കണം,
latrines and urinals. Separate enclosed accommodation should be provided for male and female. Male and female വർക്കേഴ്സിന് വേറെ വേറെ യൂറിനൽസ് അല്ലെങ്കിൽ ലാട്രൈൻസ് ആയിരിക്കണം. ലാട്രൈൻസ് ആൻഡ് യൂറിനൽസ് ഷുഡ് ബി അഡ്വക്കേറ്റ്ലി ലൈറ്റഡ്, വെന്റിലേറ്റഡ് ആൻഡ് മെയിൻറ്റെയിൻ ക്ലീൻനെസ് അറ്റ് ഓൾ ടൈംസ്. എപ്പോഴും അത് ലൈറ്റഡ് ആയിരിക്കണം, അതേപോലെ വെന്റിലേറ്റഡ് ആയിരിക്കണം. ഫൗൾ സ്മെല്ലൊന്നും പാടില്ല. അതുകൊണ്ട് ഇറ്റ് ഷുഡ് ബി ഓൾവേസ് ക്ലീൻ. Sweepers must be employed whose primary duty should be to keep those latrines and urinals and washing place clean. എന്തായാലും ഒരു സ്വീപ്പേഴ്സ് വേണം. ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിലാണെങ്കിൽ ലാട്രൈൻസ് യൂറിനൽസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സ്വീപ്പേഴ്സ് എന്തായാലും ഉണ്ടായിരിക്കണം. State government may prescribe the number of latrines and urinals to be provided in proportion to the number of workers. നമ്പർ ഓഫ് വർക്കേഴ്സ് എത്രയുണ്ട് അതിനനുസരിച്ച് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എത്ര ലാട്രൈൻസ് ആണ് വേണ്ടത്. അതിനനുസരിച്ചായിരിക്കണം ഫാക്ടറികൾ ലാട്രൈൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. Next one is split-ons. Split-ons in session 20. There should be sufficient number of split-ons at convenient places and maintained in hygienic conditions. Split-ons തുപ്പുന്ന സ്ഥലമാണ്, അത് നമുക്കൊരു കൺവീനിയൻറ്റ് നമ്പറുണ്ട്, സഫീഷ്യൻറ്റ് നമ്പറുണ്ട്. അത് ഹൈജീനിക് പ്ലേസുകളിലായിരിക്കും അത് വെച്ചിരിക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് വേറെ അസുഖങ്ങളൊക്കെ പകരും. നോ വർക്കർ ഷാൽ സ്പിറ്റ് എക്സെപ്റ്റ് ഇൻ എ സ്പിറ്റ് ഓൺ ആൻഡ് ഇഫ് എ പേഴ്സൺ കൺട്രിവെയിൻസ് ദെൻ ഹീ ഷാൽ ബി പണിഷബിൾ വിത്ത് എ ഫൈൻ. വേറെ ഏത് സ്ഥലത്ത് സ്പിറ്റോൺസ് ഉള്ള ഒരു ഫാക്ടറി ആണെങ്കിൽ അവിടെ പോയേ തുപ്പാൻ പാടുള്ളൂ. അതല്ല വേറെ ഏത് സ്ഥലത്തെങ്കിലും അവളെപ്പോഴും തുപ്പിയാൽ ഹീ വിൽ ബി പണിഷ്ഡ് വിത്ത് എ ഫൈൻ. നെക്സ്റ്റ് വൺ ഇസ് പ്രൊവിഷൻ റിഗാർഡിംഗ് സേഫ്റ്റി. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രൊവിഷൻസ് റിഗാർഡിംഗ് ഹെൽത്ത് ആയിരുന്നു. നെക്സ്റ്റ് വൺ ഇസ് ദ പ്രൊവിഷൻസ് റിഗാർഡിംഗ് സേഫ്റ്റി. സേഫ്റ്റിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണോ? സോ ഇൻ ദാറ്റ് അത് പല സ്റ്റേറ്റുകളിലും മാറി മാറി വരും. ഒരു സ്റ്റേറ്റിലുള്ളത് വേറൊരു സ്റ്റേറ്റിൽ ആപ്ലിക്കബിൾ ആകണമെന്നില്ല. It is decided by the state government in that case and also from the inspector of the factories. ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസിനായിരിക്കും ഇത് ഫോളോ ചെയ്തില്ലെങ്കിൽ ഉള്ള കംപ്ലയിൻറ്റ് ചെല്ലുന്നത്. ഹി വിൽ ബി റെസ്പോൺസിബിൾ ഫോർ നോട്ട് ടേക്കിംഗ് സച്ച് ആൻ ആക്ഷൻ. And the first one is encasing and fencing of the machinery, which is discussed in the session 21. Provision of safety 21 to 41 session ഉണ്ട്. അതിലെ ഫസ്റ്റ് വണ്ണാണ് എൻചേസിങ് ആൻഡ് ഫെൻസിങ് ഓഫ് മെഷീനറി. ഇൻ എവറി ഫാക്ടറി ദ ഫോളോയിങ് ഷാൽ ബി സെക്യൂർലി ഫെൻസ്ഡ് അൺലെസ് ദേ ആർ ഇൻ എ പൊസിഷൻ ടു ബി സേഫ് ഫോർ ഈച്ച് വർക്കേഴ്സ്. എപ്പോഴും എല്ലാ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഫെൻസ് ചെയ്ത് വെച്ചിരിക്കണം. എന്തിനാ? അല്ലെങ്കിൽ നമ്മുടെ വർക്കേഴ്സിന് എന്തെങ്കിലും അപകടം സംഭവിക്കും. സോ ടു സേഫ് ഗാർഡ് ദം വി ആർ യൂസിങ് എൻചേസിങ് ആൻഡ് ഫെൻസിങ് ഓഫ് മെഷീനറി ഇൻ സെഷൻ 21. ഏതൊക്കെ പാർട്സാണ് ഫെൻസ് ചെയ്യുന്നത്? മൂവിങ് പാർട്സ് ഓഫ് എ പ്രൈം മൂവർ ആൻഡ് ഫ്ലൈ വീൽ കണക്റ്റഡ് ടു ഇറ്റ്. മൂവിങ് പാർട്സുള്ള ഫ്ലൈ വീലോ അല്ലെങ്കിൽ പ്രൈം മൂവർ ഉണ്ടെങ്കിൽ അത് എൻകേസ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ ഫെൻസ് ചെയ്തിരിക്കണം. ദ ഹെഡ് റേസ് ആൻഡ് ദ ടെയിൽ റേസ് ഓഫ് വാട്ടർ വീൽസ് ആൻഡ് വാട്ടർ ടർബൈൻ. വാട്ടർ ടർബൈനൊക്കെ ഉള്ളിടത്ത് അതിൻ്റെ ഹെഡ് റേസും ടെയിൽ റേസും നമ്മളിതേപോലെ ഫെൻസ് ചെയ്തിരിക്കണം. എനി പാർട്ട് പ്രൊജക്റ്റിംഗ് ബിയോണ്ട് ദ ലേത്ത് ഹെഡ് സ്റ്റോക്കിനേക്കാളും കവിഞ്ഞ് നിൽക്കുന്ന എന്തെങ്കിലും പാർട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കില്ലേ ചില മെഷീൻസിൻ്റെ ഭാഗങ്ങൾ, ആ ഭാഗങ്ങളൊക്കെ നമ്മൾ എൻജേസ് ചെയ്തിരിക്കുക. അല്ലെങ്കിൽ അത് ഇങ്ങനെ ഫെൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നോർമലി വർക്കേഴ്സ് മൂവ് ചെയ്യുമ്പോൾ ദേ വിൽ ഗെറ്റ് ഹേർട്ട്. നെക്സ്റ്റ്, എവറി പാർട്ട് ഓഫ് ദി ഇലക്ട്രിക് ജനറേറ്റർ, മോട്ടർ ഓർ റോട്ടറി കൺവേർട്ടർ. എന്തെങ്കിലും റോട്ടറി കൺവേർട്ടർ അല്ലെങ്കിൽ ഇലക്ട്രിക് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡേഞ്ചർ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വെക്കുന്ന കാണാറുണ്ട്. ഫെൻസ് ചെയ്തിട്ട് ഡേഞ്ചർ അല്ലെങ്കിൽ ഇത്ര വോൾട്ട് കറണ്ട് പാസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് എഴുതി വയ്ക്കാറുണ്ട്. സോ ഇറ്റ് ഷുഡ് ബി ഡൺ. എവറി പാർട്ട് ഓഫ് ദ ട്രാൻസ്മിഷൻ മെഷീനറി. ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു മെഷീനറിയിൽ നിന്ന് വേറൊരിടത്തേക്കാണ് ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസ് പോകുന്നുണ്ടെങ്കിൽ ആ ഏരിയ മൊത്തത്തിൽ നമ്മൾ എൻകേസ് ചെയ്തിരിക്കണം. ഡേഞ്ചറസ് പാർട്ട് ഓഫ് എനി മെഷീനറി. നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രൊജക്ഷൻസ് അല്ലെങ്കിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതാണ്, ഇലക്ട്രിസിറ്റി ഉണ്ട്, അങ്ങനെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഏത് പാർട്ടും ഒരു മെഷീനറിയുടെ ഏത് പാർട്ടും എൻകേസ് ചെയ്തിരിക്കണം. ദിസ് ഇസ് ഡിസ്കസ് ഇൻ ദ എൻകേസിങ് ആൻഡ് ഫെൻസിങ് ഓഫ് മെഷീനറി ഇൻ ദ സെഷൻ 21. Now the work on or near machinery in motion. ഒരു മെഷീനറിയുടെ അനങ്ങുന്നൊരു മെഷീനറിയുടെ അടുത്ത് എങ്ങനെ വർക്ക് ചെയ്യണം, അതിൻ്റെ അടുത്ത് എങ്ങനെയായിരിക്കണം നമ്മൾ നിൽക്കേണ്ടത് എന്നൊക്കെ ഉള്ളതാണ് സെഷൻ 22 എന്നിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ പഠിക്കണമെന്ന് വെച്ചാൽ ഈ സേഫ്റ്റി എന്ന് പറയുമ്പോൾ എല്ലാത്തിൻ്റെ ഹെഡിങ് കറക്റ്റ് ആ ഓർഡറിലങ്ങ് പഠിക്കുക. 21 to 41 ആ ഓർഡറിലങ്ങ് പഠിക്കുക. എന്നിട്ട് ഇതിനുള്ളിലുള്ള കണ്ടൻറ്റ്
നിങ്ങളുടെ വേർഡ്സിൽ എഴുതാൻ പറ്റുമല്ലോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, അത് വെച്ച് എഴുതാൻ പറ്റും. സോ എല്ലാവരും പഠിക്കുന്നതെന്ന് വെച്ചാൽ സെഷൻ 21 to 41 ആണ് സേഫ്റ്റി എന്നും, ഓരോ സെഷൻ 21 ഏതാണ്, 22 ഏതാണ്, അങ്ങനെ ഓരോ സെഷൻസാണ് പഠിക്കുന്നത്. സോ നൗ വി ആർ ഡിസ്കസിങ് സെഷൻ 22, ദാറ്റ് ഇസ് വർക്ക് ഓൺ നിയർ മെഷീനറി ഇൻ മോഷൻ. In order to ensure the safety of the workers, any part of the machinery required to be examined while in motion shall be examined only by a specially trained adult male worker wearing light-weighted, light-fitting, light-fitting clothes. എന്ന് പറഞ്ഞാൽ ഈ സേഫ്റ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി എനി പാർട്ട് ഓഫ് ദ മെഷീനറി, ഇങ്ങനെ എക്സാമിൻ ചെയ്യേണ്ട ഒരു മെഷീനറി ഉണ്ട് മോഷനുള്ള, ഇടയ്ക്കിടയ്ക്ക് അത് പോയി എക്സാമിൻ ചെയ്യേണ്ടതാണെങ്കിൽ അങ്ങനെയുള്ളത് എപ്പോഴും ചെയ്യുന്നത് ഒരു സ്പെഷ്യലി ട്രെയിൻഡ് മെയിൽ വർക്കർ ആയിരിക്കണം. അയാൾ ലൈറ്റ് ക്ലോത്ത്സും ആയിരിക്കണം, ഇതിലേക്ക് ലൈറ്റ് ടൈറ്റ് ക്ലോത്ത്സ് ആയിരിക്കണം. അതൊരിക്കലും മെഷീനുമായിട്ട് ടച്ച് ആവരുത്, അല്ലെങ്കിൽ അത് ചിലപ്പം മെഷീനെ കുടുങ്ങിയിട്ട് അയാൾക്ക് അപകടമുണ്ടാകും. സോ ഇറ്റ് ഷുഡ് ബി ലൈറ്റ് ആൻഡ് ടൈറ്റ് ക്ലോത്ത്സ്. നോ വിമൻ or young workers shall be permitted to clean, lubricate or adjust any part of the moving machinery which involves the risk of injury. എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടാകുന്ന ഒരു മെഷീനറി ആണെങ്കിൽ അത് ഒരിക്കലും യങ് ആയിട്ടുള്ള വർക്കേഴ്സോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് അല്ലാത്ത വർക്കേഴ്സോ വിമനോ ചെയ്യാൻ പാടില്ല. ദേ ഷുഡിൻ ക്ലീൻ ഓർ lubricate or adjust any part. It should be done by a specially trained adult male മാത്രം. This is regarding the work on and near machinery in motion in session 22. Next one is employment of the young person on dangerous machine. നേരത്തെ പറഞ്ഞു ഡേഞ്ചറസ് മെഷീനിൽ നമ്മൾ കൂടുതൽ ആരെയാണ്, ട്രെയിൻഡ് ആയിട്ടുള്ള മെയിൽ വർക്കർ വിത്ത് എ ലൈറ്റ് ആൻഡ് ടൈറ്റ് ക്ലോത്ത്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇഫ് ഇൻ കേസ് ഇങ്ങനെ ഒരു ഡിസ്കഷൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിനെതിരെയുള്ള ഒരു സെഷനാണ് സെഷൻ 23, എംപ്ലോയ്മെൻറ്റ് ഓഫ് യങ് പേഴ്സൺസ് ഓൺ ഡേഞ്ചറസ് മെഷീൻ. No young person shall work at any machine unless he has been given sufficient training. നേരത്തെ പറഞ്ഞു തന്നെ സഫിഷ്യൻറ്റ് ട്രെയിനിങ് ഇല്ലാതെ ഒരു യങ് വർക്കറിനെ ഒരിക്കലും മൂവിങ് മെഷീനിൽ ചെയ്യിപ്പിക്കരുത്. ഫർദർ ഹി ഷുഡ് ബി അണ്ടർ അഡ്വക്കേറ്റ് സൂപ്പർവിഷൻ ഓഫ് an experienced adult worker or supervisor. അങ്ങനെ ഇപ്പോൾ ചെയ്യേണ്ടി വന്ന അയാൾക്ക് വേറെ ഒരു വഴിയില്ല, വേറെ വർക്കേഴ്സ് ഒന്നും ഇല്ല എന്ന കണ്ടീഷൻ വരുമ്പോൾ ഓൾവേസ് ഹി ഷുഡ് ബി അണ്ടർ ദി അഡ്വക്കേറ്റ് സൂപ്പർവിഷൻ ഓഫ് ആൻ എക്സ്പീരിയൻസ് അഡൾട്ട് വർക്കർ. എപ്പോഴും ഒരു അഡൾട്ട് വർക്കറിൻ്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അയാൾ സൂപ്പർവൈസ് ചെയ്തിരിക്കണം ഈ യങ് വർക്കറിനെ. ദിസ് ഇസ് ഡിസ്കസ്ഡ് ഇൻ ദ എംപ്ലോയ്മെൻറ്റ് ഓഫ് യങ് പേഴ്സൺ ഓൺ ഡേഞ്ചറസ് മെഷീൻ ഇൻ സെഷൻ 23. Next one is striking gear and devices for cutting off power. Striking gear and devices for cutting off power, which is discussed in the session 24. In every factory, there should be provision of suitable striking gear or other sufficient mechanical appliance to move driving belts to and from fast and loose pulleys which form part of the transmission machinery, and such gear and appliance should be so constructed, placed and maintained. Driving belt, when not in use, shall be allowed to rest or ride upon shaft in motion. എപ്പോഴും ഉണ്ടാവും, ഒരു മൂവ് ചെയ്യുന്നുണ്ട് ഒരു ട്രാൻസ്മിഷൻ ആയിട്ടുള്ള മെഷീനറിയിൽ എപ്പോഴും ഒരു സ്ട്രൈക്കിംഗ് ഗിയർ അല്ലെങ്കിൽ ഡിവൈസസ് ഉണ്ടാവും ഈ പവർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ് ഷുഡ് ബി വെൽ പ്ലേസ്ഡ് ആൻഡ് മെയിൻറ്റെയിൻ. ഇപ്പോൾ ഡ്രൈവിംഗ് ബെൽറ്റ് കാണും, ചിലത് മൂവ് ചെയ്യുന്നതാണെങ്കിൽ ഒരു ഡ്രൈവിംഗ് ബെൽറ്റിൻ്റെ മുകളിൽ കൂടെ ആയിരിക്കും ഈ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നത്. ദാറ്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ റെസ്റ്റ്. അത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അത് റെസ്റ്റിൽ വെച്ചിരിക്കണം, അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി റൈഡ് ഓൺ ഷാഫ്റ്റ് ഇൻ മോഷൻ. ഓക്കെ. ഇൻ എവറി ഫാക്ടറി സ്യൂട്ടബിൾ device for cutting off power in emergency for running machinery shall be provided and maintained in every workroom. കട്ടിംഗ് പവർ എമർജൻസിയിൽ വർക്ക് ചെയ്യുന്ന മെഷീനറി ആണെങ്കിൽ അത് പ്രോപ്പർലി മെയിൻറ്റെയിൻഡ് ആയിരിക്കണം എല്ലാ വർക്ക് റൂമിലും. അതല്ലാതെ എമർജൻസിക്ക് നോക്കുമ്പോഴേക്കും അത് വർക്ക് ചെയ്യുന്നില്ല എന്നൊരു കണ്ടീഷൻ വരരുത്. ഇറ്റ് ഷുഡ് ബി വെൽ മെയിൻറ്റെയിൻഡ് ഇഫ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ emergency cases. This is discussed in the striking gear and devices for cutting off power. Next one is self-acting machinery. No transverse part of an automotive machine in any factory or any material carried thereon shall be allowed to run all its outward and inward transverse within a distance of 18 inches from any fixed structure which is not a part of a machine. Self-acting ആയിട്ടുള്ള മെഷീൻസ് ഉണ്ട്, അത് സെഷൻ 26 ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ മെഷീൻ്റെ പാർട്ടിലല്ലാതെയാണ് ഈ മെഷീൻ വർക്ക് ചെയ്യുന്നതെങ്കിൽ, സെൽഫ് ആക്ടിംഗ് എന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ എക്സ്റ്റെൻഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡൻ മൂവ് ഔട്ട്വേർഡ് ഓർ ഇൻവേർഡ് മൂവ്മെൻ്റ് ഉള്ളതായിരിക്കുമല്ലോ ട്രാൻസ്മിഷൻ യൂസ് ചെയ്യുന്നത്. അത് ഒരിക്കലും 18 ഡിസ്റ്റൻസിൽ കാളും കവർ ചെയ്ത് പോകരുത് ഇഫ് ഇറ്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് മെഷീൻ.
ഇതാണ് സെൽഫ് ആക്ടിങ് മെഷീനിൽ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇസ് കേസിംഗ് ഓഫ് ന്യൂ മെഷീനറി വിച്ച് ഇസ് ഡിസ്കസ് ഇൻ ദി സെഷൻ 26. In case of the power-driven machinery in the factory, the following measures are to be taken for worker safety. നമ്മൾ പവർ ഡ്രിവൺ ആയിട്ടുള്ളൊരു മെഷീനറി ആണെങ്കിൽ പുതിയ മെഷീനറീനെ എങ്ങനെ കേസ് ചെയ്യണമെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആ മെഷീൻ ഒരു പവർ ഡ്രിവൺ ആണ്, പവറിനനുസരിച്ച് വർക്ക് ചെയ്യുക, ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും പവർ, ഡീസൽ, പെട്രോൾ എന്തെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ മെഷേഴ്സാണ് നമ്മൾ എടുക്കേണ്ടത് ഫോർ വർക്കർ സേഫ്റ്റി, അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. എവറി സെറ്റ് ഓഫ് സ്ക്രൂ, ബോൾട്ട് ഓർ കീ ഓൺ എനി റിവോൾവിംഗ് ഷാഫ്റ്റ്, സ്പിൻഡിൽ വീൽ ഓർ pinion shall be so sunk, encased or otherwise effectively guarded. ഇപ്പോൾ എന്തെങ്കിലും ഒരു സ്ക്രൂ ബോൾട്ട് കീ എന്തായാലും ഉണ്ടാവും ഒരു റിവോൾവിംഗ് ഷാഫ്റ്റിൽ, അല്ലേ? മൂവ് ചെയ്യുന്ന ഒരു സാധനത്തിന് എന്തായാലും സ്ക്രൂ നട്ടും ബോൾട്ടും ഒക്കെ നമ്മളൊക്കെ ഉണ്ടാവും. ആൻഡ് ഇൻ ദോസ് ഓൾ ഷുഡ് ബി ഗാർഡഡ്, എഫക്റ്റീവ്ലി ഗാർഡഡ് ആയിരിക്കണം, എൻകേസ്ഡ് ആയിരിക്കണം. അതൊരിക്കലും പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കരുത്, ഇറ്റ് ഷുഡ് ബി സങ്ക്. ആ മെഷീനിനെ തള്ളി നിൽക്കരുത് ബോൾട്ടും നട്ടും ഒക്കെ. അതെല്ലാം മെഷീനുള്ളിൽ തന്നെ, നമ്മുടെ കൈയോ കാലോ ഒന്നും എത്തി തട്ടി നമുക്കൊരു ഇഞ്ചുറി ഉണ്ടാകരുത്. ഇങ്ങനെയായിരിക്കണം ന്യൂ മെഷീനറി കേസ് ചെയ്യേണ്ടത്. All spur, worm or other tooth or friction gearing which does not require adjustment during motion shall be completely encased. ഒരു അഡ്ജസ്റ്റ്മെൻറ്റും വേണ്ട. ഈ സ്ക്രൂ നട്ടും ബോൾട്ടും ഒക്കെ ചിലപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. സോ അത്രയും ഗാർഡ് മതി, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അത് ട്രൈ ചെയ്യേണ്ട. പക്ഷെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, ടൂത്ത് ഫ്രിക്ഷൻ ആയിട്ടുള്ള സാധനങ്ങളൊന്നും, ഫ്രിക്ഷനുള്ള ഭാഗങ്ങൾ അതൊന്നും നമുക്ക് ടച്ചേ ചെയ്യേണ്ട കാര്യമില്ല. ഇതിന് വർക്കിങ്ങിൽ നമുക്ക് വർക്കേഴ്സ് അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലാത്ത കുറേ പാർട്ടുണ്ടാവും ഒരു മെഷീനിൽ. അത് കംപ്ലീറ്റ്ലി എൻഗേജ്ഡ് ആയിരിക്കണം. അത് നമുക്ക് തുറന്നു നോക്കണ്ട. മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്നോട്ട് എൻഡ് വർക്ക് വരെ അതിൻ്റെ ലൈഫ് സ്പാനിൽ നമുക്ക് ആർക്കും അത് തൊടുക പോലും വേണ്ടാന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി എൻഗേജ് ചെയ്തിരിക്കണം. ദിസ് ഇസ് ഡിസ്കസ്ഡ് ഇൻ ദി കേസിംഗ് ഓഫ് ന്യൂ മെഷീനറി. ദെൻ ദ പ്രൊഹിബിഷൻ ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ ഇൻ ദ സെഷൻ 27. ഇതുവരെ നമ്മൾ പറഞ്ഞു മെയിൽ ആൾക്കാരായിരിക്കണം വേണ്ടത്, ടൈറ്റ് ഫിറ്റിംഗ് ക്ലോത്ത്സ് ഉണ്ട്, അഡൽട്ട് എക്സ്പീരിയൻസ്ഡ് ആൾക്കാരായിരിക്കണം, യങ് പേഴ്സണിനെ വെക്കരുത്. അതേപോലെ തന്നെയുള്ളതാണ് വിമൻ ആൻഡ് ചിൽഡ്രൻ സേഫ്റ്റി, അവർക്ക് സ്പെഷ്യൽ പ്രൊവിഷൻ ആയിരിക്കും ഉള്ളത്. ഇറ്റ് ഈസ് ഡിസ്കസ് ഇൻ ദ സെഷൻ 27. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 27. No women or children shall be employed in any part of the factory where pressing cotton opener is at work, provided that if the feed end of the cotton opener is in the room separated from the delivery end by a partition extending to the roof or to such a height as the inspector specify in writing, the women and children may be employed on the side of the partition where the feed end is situated. Pressing cotton opener ഉള്ള ഒരു ഫാക്ടറിയിലും വിമനും ചിൽഡ്രനും വർക്ക് ചെയ്യരുത്. ഇൻ കേസ് ഇപ്പോൾ എന്തെങ്കിലും എമർജൻസിയിൽ വർക്ക് ചെയ്യേണ്ടി വന്നാൽ ദേ ഷുഡ് ബി ഡിപ്ലോയ്ഡ് ഓൺലി ഓൺ ദ സൈഡ് ഓഫ് പാർട്ടീഷൻ വേർ ദ ഫീഡ് എൻഡ് ഇസ് സിറ്റുവേറ്റഡ്. ഇതിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ടിങ് പോർഷൻസിലൊന്നും വിമൻ ആൻഡ് ചിൽഡ്രൻ പാടില്ല. എൻഡ് പോർഷനിൽ ഫീഡ് എൻഡില്ലേ ഇതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് വരുന്നത്, ആ ഭാഗത്ത് മാത്രമേ വിമൻ ഓർ ചിൽഡ്രനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് ദെൻ ലാസ്റ്റ് വൺ, സോറി നോട്ട് ദ ലാസ്റ്റ് വൺ, but last one in this slide is hoist and lift, which is discussed in this session 28. Every hoist and lift shall be of good mechanical construction, adequate strength and sufficiently protected and fitted with gates. ഇത് മെക്കാനിക്കൽ കൺസ്ട്രക്ഷൻ ഈ ഗുഡ്സ് ഒക്കെ നല്ല അഡിക്വേറ്റ് സ്ട്രെങ്ത്. ഹോയിസ്റ്റ് ആൻഡ് ലിഫ്റ്റ് എന്ന് വെച്ചാൽ ഇത് എടുത്ത് മാറ്റുന്ന കാര്യങ്ങളൊക്കെയാണ്. അതെപ്പോഴും സ്ട്രെങ്ത് കൂടുതലായിരിക്കണം. മെക്കാനിക്കൽ കൺസ്ട്രക്ഷൻ ഗുഡ്സിലായിരിക്കും ഇത് വേണ്ടി വരുന്നത്. അത് സഫീഷ്യൻ്റ്ലി പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം, ഫിറ്റഡ് വിത്ത് ഗേറ്റ്സ്. സിമിലർലി അഡ്വക്കേറ്റ്ലി മെയിൻറ്റെയിൻ ആൻഡ് പീരിയോഡിക്കലി എക്സാമിൻഡ് ആയിരിക്കണം. 6 മാസത്തിൽ നമ്മൾ ഇതിൻ്റെ വർക്കിംഗ് മെയിൻറ്റെയിൻഡ് അല്ലേ പീരിയോഡിക്കലായിട്ട് എക്സാമിൻ ചെയ്തുകൊണ്ടിരിക്കണം, 6 months ഇൻ്റർവെല്ലിൽ. ഹോയ്സ് ആൻഡ് ക്രെയിൻസ് മെൻ ഫോർ ക്യാരിയിങ് പേഴ്സൺ ഷാൽ ബി അറ്റ്ലീസ്റ്റ് 2 ropes ഓർ ചെയിൻ സെപ്പറേറ്റ്ലി കണക്റ്റഡ് വിത്ത് എ കേജ്. നമ്മൾ കാണാറുണ്ട് പെയിൻറ്റിങ്ങിലേക്ക് ആൾക്കാരിങ്ങനെ തൂങ്ങിക്കിടന്ന്, വലിയ ബിൽഡിങ്ങിലാണെങ്കിൽ തൂങ്ങിക്കിടന്നിട്ടായിരിക്കും പെയിൻറ്റ് ചെയ്യുന്നത്. ഇൻ ദാറ്റ് കേസ് നമ്മൾ നോക്കുമ്പോൾ അവർക്ക് 2 ropes ഉണ്ടാകും ബോഡിയിൽ നിന്ന്. 2 ropes കണക്ട് ചെയ്തിട്ടാണ് അവരെ നിർത്തിയിരിക്കുന്നത്. ചെയിൻസ്, ropes അല്ലെങ്കിൽ ചെയിൻസ്. That is discussed in this one. Each rope or chain with this attachment shall be able to carry weight of a cage together with a maximum load, including the weight of person. എന്തെങ്കിലും ഒരു സാധനം എടുക്കുന്നത് അതിൻ്റെ വെയിറ്റും കേജിൻ്റെ വെയിറ്റും ആളുടെ വെയിറ്റും താങ്ങാൻ പറ്റുന്ന റോപ്പോ ചെയിൻ ആയിരിക്കണം അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഡിവൈസസ് ഷുഡ് ബി പ്രൊവൈഡഡ് ടു പ്രൊവൈഡ് കേജ് ഇൻ ദ ഇവൻറ്റ് ഓഫ് ബ്രേക്കേജ് ഓഫ് ദി റോപ്പ് ഓ ചെയിൻ. എന്തെങ്കിലും കൊണ്ട്
ബ്രേക്ക് ചെയ്ത ഈ റോപ്പും ചെയിനും ബ്രേക്ക് ചെയ്ത ഒരു സപ്പോർട്ടിങ് കേജ് ഉണ്ടായിരിക്കും. നമ്മൾ കാണാറ് അവരൊരു എന്തോ ഒരു ഇങ്ങനെ മേത്തൂടെ ഒരു ബാൻഡ് പോലെ ഒരു ബാഗിൻ്റെ കൺസെപ്റ്റിലൊരു സാധനം ഉണ്ടാവും. അത് എക്സ്ട്രാ പ്രൊട്ടക്ഷനാണ്, ഒരു കേജ് കൊടുക്കുകയാണ് അവർക്ക്. പക്ഷേ എന്തെങ്കിലും കേസിൽ ഈ റോപ്പ് പൊട്ടുക, നമ്മൾ 6 മന്ത്സിൽ ഇതിനെ പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യുക ഒക്കെ ഉണ്ടെങ്കിലും എന്തെങ്കിലും കേസ് ഉണ്ടാവാതെ പൊട്ടാൻ വേണ്ടി, അങ്ങനെ ഉണ്ടാകുമ്പോൾ അവർക്ക് ഒരിക്കലും ഡാമേജ് ഉണ്ടാവാതിരിക്കാൻ, അല്ലെങ്കിൽ അവർക്കൊരു ഇഞ്ചുറി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ സ്പെഷ്യൽ കേസ്, ഒരു സപ്പോർട്ട് കേസും കൂടെ കൊടുത്തിരിക്കണം വർക്കേഴ്സിന്. സോ ഇന്ന് നമുക്ക് ഇത്രയും ഡിസ്കസ് ചെയ്യാം. ടുഡേ വി ഹാവ് ഡിസ്കസ് what were the provisions, some of the provision regarding the health, that is overcrowding, lighting, drinking water, latrines and urinals, pitons, which is discussed from the 16, 17, 18, 19, 20. ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ അസൈൻമെൻറ്റ്. ഈ ഓവർ ക്രൗഡിങ്, ലൈറ്റിംഗ്, ഡ്രിങ്കിങ് വാട്ടർ, ലാട്രൈൻസ്, യൂറിനൽസ് ആൻഡ് സ്പിലിറ്റോൺസിൽ എന്താണ് ഡിസ്കസ് ചെയ്തത്, എന്തൊക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, എങ്ങനെയായിരിക്കും ഓവർ ക്രൗഡഡ് ആയിരിക്കണോ, അല്ലെങ്കിൽ എന്ത് ലൈറ്റിംഗ് ആയിരുന്നു, എന്ത് വാട്ടർ ഫെസിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്, കുറച്ച് കണ്ടന്റ് ഉണ്ട്, അതെന്തായിരുന്നു, ലാട്രൈൻസ് ആൻഡ് യൂറിനൽസിൻ്റെ ഡിസ്റ്റൻസ് പറഞ്ഞായിരുന്നു, അതേപോലെ സ്പിലിറ്റോൺസ് നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഇതിന്ന് ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യണം. ദാറ്റ് ഇസ് ഷോർട്ട് ആൻസർ ആയിട്ട് പ്രൊവിഷൻ ഫോർ ഹെൽത്തിൽ ഓവർ ക്രൗഡിങ് ടു സ്പ്ലിറ്റ് ഓൺ സെഷൻ 16 to 20 ആണ് നിങ്ങളുടെ അസൈൻമെൻറ്റ്. ആൻഡ് ലേറ്റർ വി ഹാവ് ഡിസ്കസ് വാട്ട് ആർ സം ഓഫ് ദി പ്രൊവിഷൻസ് റിഗാർഡിങ് സേഫ്റ്റി. പ്രൊവിഷൻസ് റിഗാർഡിങ് സേഫ്റ്റി തീർന്നിട്ടില്ല. നൗ വി ഹാവ് ഡിസ്കസ് ഓൾമോസ്റ്റ് 8 പോയിൻറ്റ്സ്. ഇനിയുണ്ട് പോയിൻറ്റ്സ് ഒക്കെ. സോ ദിസ് ഇസ് ഫ്രം ദ സെഷൻ 21 to 28, 21, 22. Every session is there. It is discussing the provision for safety. And ഇന്ന് നമുക്ക് ഇത്രയും സെഷൻ മതി. ഇത് കുറച്ച് ലെങ്തി ആയിരുന്നു, അതുകൊണ്ടാണ്. സോ വി ക്യാൻ മൂവ് ഓൺ ടു നെക്സ്റ്റ് സ്ലൈഡ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. ആൻഡ് കഴിഞ്ഞ ദിവസത്തെ അസൈൻമെൻറ്റ്സ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടില്ല. ആ അസൈൻമെൻറ്റ്സ് എല്ലാവരും അയച്ചിട്ടേക്കണം. ഇന്ന് പുതിയ അസൈൻമെൻറ്റ് വരും. ഓക്കെ, താങ്ക് യു.